ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണത്തിലേക്കാണ്. കുട്ടിയെ 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നു. मालूम नहीं किधर गया किधर नहीं गया मालूम नहीं उसको भी मालूम नहीं है इसको भी मालूम नहीं है किसके भरोसे में वो गया था मालूम नहीं है इसको बोल रहा है मैं कैसे घर से बाहर किया कैसे नहीं किया मालूम नहीं है मेरे को अभी बाहर आके आदमी लग गया मैं किधर जाएगा नहीं से मालूम नहीं पड़ रहा है। तो आपने उससे बात करके तो वो क्या बोला वो खुश है अभी खुश है मैं बोल रहा है तुम आओ पुलिस के साथ सब खुश है ठीक है बोला ठीक है ओके കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. ഏതായാലും വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് നൽകാൻ കഴിയുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ 13-കാരി കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിയെ കണ്ടെത്തിയത് വിജയവാഡയിൽ താമ്പരം എക്സ്പ്രസിൽ നിന്നുമാണ്. മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കുട്ടിയെ വിശാഖപട്ടണത്ത് ഇറക്കി RPFന് കൈമാറിയിട്ടുണ്ട്. കുട്ടി ക്ഷീണിതയാണ്. കാരണം 37 മണിക്കൂറായി ആഹാരം കഴിക്കാത്തതിൻ്റെയൊക്കെ ക്ഷീണം കുട്ടിയുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കുട്ടിക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ കുട്ടി ക്ഷീണിതയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്തിയത് താമ്പരം എക്സ്പ്രസിൽ നിന്നും ആണ്. വിജയവാഡയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞ് കണ്ടെത്താൻ സഹായകരമായത്. കുട്ടിയെ വിശാഖപട്ടണത്ത് ഇറക്കിയിരിക്കുന്നു. ആസാമിലേക്കുള്ള താമ്പരം എക്സ്പ്രസ്സിലാണ് കുട്ടി കയറിയത്. കുട്ടിയെ RPFന് കൈമാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാകണം കുട്ടി അവശ നിലയിലാണ്, ക്ഷീണിതയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം നൽകുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ RPF കൈക്കൊണ്ടിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് മാനസ ചേരുന്നു. മാനസ, കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? കുട്ടിയുടെ മാതാപിതാക്കളുമായി പ്രതികരണം ആരാഞ്ഞത്. ഏതായാലും കുട്ടിയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ, അല്ലെങ്കിൽ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് വീട്ടുകാർ ഉള്ളത്. കുട്ടിയുമായി അല്പസമയം മുൻപാണ് അച്ഛനും അമ്മയും സംസാരിച്ചത്. കുട്ടി ഭക്ഷണം കഴിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും കുട്ടിയുമായി മാതാപിതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. കുട്ടിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷവും മാതാപിതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. കേരള പോലീസിനും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഈ 36 മണിക്കൂർ നീണ്ട കണ്ടെത്തലിനിടെ, അല്ലെങ്കിൽ പരിശോധനയ്ക്കിടെ കുട്ടിയെ കണ്ടെത്തി എന്ന ആശ്വാസ വാർത്ത തന്നെയാണ് കേരളവും കേട്ട് നിൽക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസമാണ് കാണാതിരുന്നത്, അത് ആ നിമിഷം മുതൽ തന്നെ കേരളം മുഴുവൻ തന്നെ ഈ തസ്മിദിനായുള്ള തിരച്ചിലിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് വീട്ടുകാരുമായി കുട്ടിയെ സംഭാഷണത്തിൽ ഏർപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുട്ടി മാതാപിതാക്കളുമായി സംസാരിച്ചു. കുട്ടി ഭക്ഷണം കഴിച്ചു എന്നതടക്കമുള്ള ആരോഗ്യ കാര്യങ്ങളൊക്കെയും ചോദിച്ചറിഞ്ഞു. ഏതായാലും കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. തീർച്ചയായും ഇവർ അന്വേഷണം നടത്തിയ ഈ കേരള പോലീസിന് ഉൾപ്പെടെ നന്ദി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് സംസാരിച്ചതിൽ ഏറ്റവും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോഴുണ്ടായത്. ഏതായാലും കുട്ടി തിരികെ വരും എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഏറെ സന്തോഷത്തിലാണ്. കുട്ടി വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് പിണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പിണങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ വിഷമമൊക്കെയും, അല്ലെങ്കിൽ സങ്കടമൊക്കെയും ദേഷ്യമൊക്കെയും മാറ്റിവെച്ച് കുട്ടി തിരിച്ചു വരുന്നു എന്ന് മാതാപിതാക്കളോട് പറഞ്ഞ സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തിൽ തന്നെയാണ്. മാതാപിതാക്കളുടെ പ്രതികരണത്തിലേക്ക്. घर से बच्चा कैसे गया मालूम नहीं है, मेरे को बोल रहा है। बाबा कैसे आ गया मैं मालूम नहीं हुआ है। अच्छे से नहीं मालूम मैं ले आएगा, पुलिस बोल रहे हैं पुलिस ले आएगा केरला में। मैं बोल रहा हूँ मैं जाएगा क्या, बोल रहा है नहीं जाने लगेगा, तू रूम बैठो, पुलिस लोग आएगा, मैं लेके आएगा, पुलिस बोला लेके आएगा। कब लौटाएगी वो?
मालूम नहीं कब लुटाया मेरे को। पुलिस बोला मैं लेके आएगा, कल यही बोला था। उतना ही बोला उसने। इतना ही बोला मेरे को। कब लेके आएगा ये नहीं बोला, कल बोला था लेके आएगा, यही बोला था मेरे को, यही बोला था, यही बात है। ബിനു, ഇപ്പോഴും കുട്ടി തിരിച്ചു വരും എന്ന വാർത്ത അല്ലെങ്കിൽ പ്രതികരണം പങ്കുവെച്ച സന്തോഷം തന്നെയാണ് കുടുംബത്തിന് ഉള്ളത് എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളം ഒരുപക്ഷെ കേരളം മുഴുവൻ കാത്തുനിന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ 36 മണിക്കൂർ പിന്നിടുമ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കുട്ടി തിരിച്ചു വരും എന്ന സന്തോഷം തന്നെയാണ് വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും, തസ്മിതിന്റെ അമ്മയും അച്ഛനും പ്രതികരിച്ചിരിക്കുന്നത്. നാളെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കുട്ടിയെ ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും. നാളെ രാവിലെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും ലഭിക്കുന്ന വിവരം. ഏതായാലും വിശാഖപട്ടണത്തിൽ ഇപ്പോൾ കുട്ടി സുരക്ഷിതയാണ്, ആരോഗ്യപൂർവ്വമാണ് എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളും അത് ചോദിച്ചറിഞ്ഞു. തങ്ങളുടെ മകൾ ഭക്ഷണം കഴിച്ചു എന്നതടക്കമുള്ള ചോദ്യമാണ് അല്പസമയം മുൻപ് മാതാപിതാക്കൾക്ക് വന്ന ഫോണിലൂടെ ചോദിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷം തന്നെയാണ് പങ്കുവെക്കുന്നത്. അല്പസമയം മുൻപാണ് കേരളം ഇക്കാര്യം കേട്ട് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ വാർത്ത ഒരുപക്ഷെ കേരള പോലീസിന്റെ ആ ഒരു പരിശോധനയും ഈ ഊർജിതമായ തെരച്ചിലിനൊടുവിൽ ഏറെ ആശ്വാസകരമായ വാർത്ത ഈ കുടുംബത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിനും ഏറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. മനസ്സ, കുട്ടിയുടെ മാതാപിതാക്കൾ കേരള പോലീസിന് നന്ദി പറഞ്ഞു. കാരണം ഇത്രയധികം അവിടേക്ക് പലതവണ പല ട്രെയിനുകൾ മാറിക്കയറി ഒടുവിൽ താമ്പരം എക്സ്പ്രസ്സിൽ അസമിലേക്കുള്ള താമ്പരം എക്സ്പ്രസ്സിൽ വെച്ചാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇത് ആശ്വാസ നിമിഷമാണ്. ഇവർ മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? കുട്ടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിണങ്ങിപ്പോകാനുണ്ടായ സാഹചര്യം, അത് സംബന്ധിച്ച് വല്ലതും പറഞ്ഞോ? കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ഇത്തരത്തിൽ തസ്മിതിന്റെ അമ്മ ഒരു ചെറിയ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് ദേഷ്യപ്പെട്ട് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞില്ല എങ്കിൽ കൂടിയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മാതാപിതാക്കളാണ് തങ്ങളുടെ മകൾ വീട്ടിലില്ല എന്ന കാര്യം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ സ്ഥലം ഈ ഏരിയ മുഴുവൻ സന്ദർശിച്ച് പരിശോധന നടത്തുകയും ഒപ്പം തന്നെ മറ്റു രീതികളിലേക്ക് കുട്ടി പോകാനുള്ള ഇടങ്ങളിലേക്കൊക്കെയും സന്ദർശിച്ച് പരിശോധന നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെയാണ് സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയത്. അതിനൊടുവിലാണ് കുട്ടി നാഗർകോവിലേക്ക് ട്രെയിൻ കയറി എന്ന വാർത്ത. നാഗർകോവിലിൽ ഇറങ്ങി 2 തവണ കുട്ടി ട്രെയിനിലേക്ക് തിരിച്ചു കയറിയെന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുന്നത്. ആ ദൃശ്യം തന്നെയാണ് ഏറെ ഇക്കാര്യത്തിൽ നിർണായകമായതും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടതാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നു. തിരിച്ച് ചെന്നൈയിലേക്ക് കുട്ടി മടങ്ങിയെന്ന വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ ചെന്നൈയിലേക്ക് പോലീസ് സംഘം തിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനിടെയാണ് 36 മണിക്കൂർ പിന്നിടുമ്പോൾ കുട്ടി ഇത്തരത്തിൽ ട്രെയിൻ യാത്ര തന്നെയാണ് നടത്തുന്നത്. അതിൽ താമ്പൂർ എക്സ്പ്രസ് എന്ന ട്രെയിനിലായിരുന്നു കുട്ടി യാത്ര നടത്തിയിരുന്നത്. വിജയവാഡയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നു, ശേഷം വിശാഖപട്ടണത്ത് ഇറക്കുന്നു. ഒപ്പം പോലീസുകാരും ഈ ഒരു കാര്യത്തിൽ ഊർജിതമായ ശ്രമം നടത്തുന്നു. ഇതിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തുന്നു. ഏറെ സന്തോഷകരമായ നിമിഷത്തിലേക്ക് കേരളം എത്തുന്നു. ഏതായാലും കുട്ടിയെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അല്ലെങ്കിൽ കണ്ടെത്തിയതിൻ്റെ സന്തോഷം തന്നെയാണ് വീട്ടുകാരും പങ്കുവെക്കുന്നത്. അല്പസമയം മുൻപാണ് വീട്ടുകാരുമായി കുട്ടി സംസാരിച്ചത്. കുട്ടി ഭക്ഷണം കഴിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കുട്ടി ഏറെ ആരോഗ്യവതിയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും. ഉടൻ തന്നെ കുട്ടിയെ തിരിച്ച് എത്തിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഏതായാലും കുട്ടിക്ക് തിരികെ വരണം എന്നും കുട്ടി പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാളെ രാവിലെയോടുകൂടി നടത്തും എന്ന് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മനസ്സ, തുടരുക. ഏതായാലും കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13-കാരി തസ്മിത് തംസിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കേരളം ഏറെ ആശ്വാസത്തോടെ കാത്തിരുന്ന ആ വാർത്തയിലേക്ക് തന്നെ എത്തുകയാണ്. താമ്പരം എക്സ്പ്രസ്സിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിന് ഒടുവിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ഏതായാലും കേരള പോലീസിന് നന്ദി കുട്ടിയുടെ കുടുംബം അറിയിച്ചിരിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന കുട്ടിയെ
മലയാളി സമാജം പ്രവർത്തകരാണ്, മലയാളികളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കുട്ടിയെ വിശാഖപട്ടണത്ത് ഇറക്കി തസ്മിത് തംസിനെ RPFന് കൈമാറിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ അവശത ഉണ്ടായിരുന്നു. ഭക്ഷണം നൽകി എന്നാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അറിയാൻ കഴിയുന്നത്. കഴക്കൂട്ടത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ ഇന്നലെ മുതലാണ് കാണാതായത്. അസം സ്വദേശി അൻവർ ഹുസൈൻ്റെ മകളാണ് തസ്മിത് തംസീൻ. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. രാവിലെ കുട്ടിയെ അമ്മ വഴക്ക് പറഞ്ഞു. അതിനുശേഷമാണ് കാണാതായത്. കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ടിപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വാർത്തയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കഴക്കൂട്ടത്ത് നിന്നും കാണാതായ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്.